നമ്മളെ തട്ടുകടയിൽ പോകുന്ന സമയത്ത് നല്ല മൊരിഞ്ഞ ഭൂരി കിട്ടാറുണ്ട്. ഇവിടെ മോള് ഭൂരിയുടെ വലിയൊരു ഫാനാണ് കേട്ടോ. തട്ടുകടയത്തെ കേട്ടോ, വീട്ടിലത്തെ അല്ല, തട്ടുകടയത്തെ ഭൂരി ഭയങ്കര ഫാനാണ്. അന്നേരം ആ ഭൂരി നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് അതേ മൊരിഞ്ഞിട്ട് അതേ ടേസ്റ്റിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിലേക്ക് നമുക്ക് കറിക്കായിട്ട് ഇതാ ചിക്കനാണ് കേട്ടോ. ചിക്കൻ ദാ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി അതിലേക്കുള്ള ഉള്ളി വെളുത്തുള്ളി എല്ലാം നന്നാക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് ആ ഭൂരി അതേ ടേസ്റ്റിൽ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കി നോക്കിയാലോ. നമുക്കിതാ ഈ പാത്രത്തിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഭൂരിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ ഒരു 2 സ്പൂണ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് വേണ്ടത് റവയാണ്. എന്നിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും ഈ റവയൊന്ന് പാലിൽ കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. അതിന് ശേഷം മൈദ ഇട്ടിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അതൊന്ന് കുതിർന്ന് വരുന്ന സമയത്തേ നമുക്ക് വേഗം അതിലേക്ക് വേണ്ട ചിക്കൻ കറി അങ്ങ് റെഡിയാക്കാം. എന്നും കാണിക്കുന്ന ചിക്കൻ കറി ആയതുകൊണ്ടാട്ടോ ഞാൻ റെസിപ്പി വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. എന്നും ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ചിക്കൻ കറിയുടെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ മാറ്റം എന്ന് പറയാൻ ചിക്കൻ മസാല മാത്രമേ മാറ്റമുള്ളൂ. ഞാൻ സ്ഥിരം വാങ്ങുന്ന മസാലയല്ല കേട്ടോ. ഇതാണ് അവർ പറഞ്ഞു നല്ല മസാലയാന്നിട്ട് ഞാൻ ചെറിയൊരു സാമ്പിൾ പാക്കറ്റ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. തക്കാളി നല്ലോണം വാടി വന്നായിരുന്നു. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കാശ്മീരി മുളക് പൊടി, പിന്നെ ആ ചിക്കൻ മസാലയും കൂടി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇതൊന്ന് നല്ലോണം പച്ചമണം മാറുന്ന വരെ ഒന്ന് നല്ലോണം ഒന്ന് വാടി വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് ചിക്കൻ മിക്സ് ആക്കി കൊടുക്കാം. ഇത് ചിക്കൻ മസാലയിലൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട്. നല്ല ചിക്കൻ മസാല കേട്ടോ. ഒരു കുത്തലോ മസാലയുടേതായ ഭയങ്കര കുത്തലുണ്ടാവില്ല, അതൊന്നുമില്ല. നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇത് ചിക്കനൊക്കെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് ചാറോടുകൂടിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഫുൾ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇട്ടിരുന്നു. കാണാത്തവരൊന്ന് കയറി കണ്ടേക്കണം കേട്ടോ. ഞാൻ അതിലേക്ക് ഇതാ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഓയിൽ മിക്സ് ഇപ്പം തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഒരു അരമണിക്കൂറും കൂടി ഇരിക്കട്ടെ. അന്നേരത്തേന് കുറച്ചും കൂടി സോഫ്റ്റ് ആവും. അതിന് ശേഷം നമുക്ക് പരത്തിയിട്ട് ഭൂരി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിത് ചെറിയ ബോൾസ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയിട്ട് ചുട്ടെടുക്കാം കേട്ടോ. നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കഴിക്കാൻ ഭൂരി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ കറിയും കൂടി കുറച്ച് ചാറും കൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ചൂട് കട്ടൻ ചായയും കൂടിയുണ്ട്. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.